നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേട്ടറ്റ് 4 മലയാളം ആൻസർ കീയാണ് വായിക്കുന്നത്. ഇതിലെല്ലാ ആൻസറും ശരിയാവണമെന്നില്ല. അപ്പോൾ ശരിക്കുള്ള ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്നലെ നടത്തിയ കാറ്റഗറി 4ൻ്റെ മലയാളമാണെന്ന് വായിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല. എൻ്റെ ഇരിക്കുന്നത് സി കോഡാണ്. അപ്പോൾ സി കോഡിൽ 31 മുതലുള്ള ആൻസറിൻ്റെ നമ്പറാണ് വായിക്കുന്നത്. 31ാമത്തെ മാതൃഭാഷയെക്കുറിച്ചുള്ള ഈ കുറിപ്പിലെ നിരീക്ഷണങ്ങളോട് യോജിക്കുന്ന പ്രസ്താവന. ആൻസർ വരുന്ന ഡി ആണ്. ലേഖകൻ്റെ അഭിപ്രായത്തിൽ ഭാഷയെക്കുറിച്ച് ഇന്നത്തെ തലമുറയുടെ ചിന്ത എന്താണ്? അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്. അടുത്ത 33 സംസ്കാര ശൂന്യതയുടെ അടയാളമായി ലേഖകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനെയാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. കന്നഡ ഭാഷയെക്കുറിച്ചുള്ള ലേഖകൻ്റെ നിരീക്ഷണങ്ങളിൽ പെടാത്തത് സി. ഞാനത്തെ നമ്പർ മാത്രം വായിക്കുന്നു. രണ്ടാമത് എക്സ്പ്ലനേഷൻ ചെയ്യാം. 35 വരുന്നത് ഡി ആണ്. 36ാമത്തത് ബി ആണ്. 37 എ. 38 എ. 39 സി. 40 ബി. 41 സി. 42 എ. 43 സി. 44 ബി. 45 ബി. 46 സി. 47 ഡി. 48 എ. 49 സി. 50 എ. 51 ഡി. 52 എ. 53 എ. 54 ഡി. 55 വരുന്നത് സി ആണ്. 56 സി. 57 ഡി. 58 സി. 59 എ. 60 ബി. 61 ബി. 62 എ. 63 ഡി. 64 എ. 65 ഡി. 66 ഡി. 67 എ. 68 സി. 69 എ. 70 ബി. അപ്പോൾ ഇതിലെല്ലാം ശരിയാവണമെന്നില്ല. ശരിക്കുള്ള ആൻസറൊക്കെ വരുമ്പോൾ നമ്മളൊന്നുകൂടെ നോക്കുക. അപ്പോൾ നമുക്കിനി ഇത് വായിക്കാം. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് കാറ്റഗറി 4ൻ്റെ സി കോഡാണ്. അപ്പോൾ എ ബി സി ഡി ഇങ്ങനെ 4 കോഡാണ് വരുന്നത്. അപ്പോൾ ഓരോ കോഡിലും നമ്പർ വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ കറക്റ്റ് ചെയ്യുക. ഒന്നാമത്തത് ഒരു വലിയ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വരുന്ന ആൻസറാണ്. ആ ക്വസ്റ്റ്യന് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. മാതൃഭാഷയെക്കുറിച്ചുള്ള ഈ കുറിപ്പിലെ നിരീക്ഷണങ്ങളോട് യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഡി ആണ് ആൻസർ. മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചാൽ മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ കഴിയും. ലേഖകൻ്റെ അഭിപ്രായത്തിൽ ഭാഷയെക്കുറിച്ചുള്ള ഇന്നത്തെ തലമുറയുടെ ചിന്ത എന്താണ്? കേവലം ആശയവിനിമയോപാധി മാത്രമാണ്. അടുത്തത് 33 വായിക്കുന്നത്. സംസ്കാര ശൂന്യതയുടെ അടയാളമായി ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനെയാണ്? സ്വന്തം ചുറ്റുപാടും ഉള്ളവരോട് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. അപ്പോൾ സ്വന്തം ചുറ്റുപാടും ഉള്ളവരോട് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. 34 കന്നഡ ഭാഷയെക്കുറിച്ചുള്ള ലേഖകൻ്റെ നിരീക്ഷണങ്ങളിൽ പെടാത്തത് ഏതാണ്? നക്ഷത്രങ്ങൾ പറഞ്ഞ കഥ പോലെയാണ്. 35 ലേഖകൻ്റെ ഉത്കണ്ഠയും കോപത്തിനും കാരണം എന്തായിരുന്നു? മകൾക്ക് കന്നഡ ഭാഷ അറിയില്ല. അടുത്ത 36 ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. പാതിര പൂകുന്നോളം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം രാത്രി ഏറെ വൈകി. ഈ കവിതയിലെ ആഖ്യാതാവ് ആരാണ്? കവി. അടുത്ത 38 വായിക്കുന്നത്. കവിതയിലെ എഞ്ചിനീയർ കവിയുടെ ആരാണ്? ശിഷ്യൻ. കാവ്യഭാഗത്തെ ആശയവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? കവിതാരചനയെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. അവൾ പരസ്പരം കളിയാക്കി ചിരിച്ചത് എന്തുകൊണ്ട്? അവരുടെ നിർമ്മിതി ഉദ്ദേശിച്ച ആകൃതിയിൽ ആവാത്തതുകൊണ്ട്. 41 ചുവടെ വിഗ്രഹിച്ച് എഴുതിയവയിൽ ശരിയായത് ഏത്? മുക്കണ്ണൻ 3 കണ്ണുള്ളവൻ.
മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയുമായി പരിഗണിക്കുന്ന കൃതി ഏത്? വാസന വികൃതി. കേശവൻ നായരുടെയും സാറാമ്മയുടെയും പ്രണയജീവിത കഥ പ്രമേയമായ കൃതി ഏതാണ്? പ്രേമലേഖനം. ചുവടെ പിരിച്ചെഴുതിയതിൽ കൂട്ടത്തിൽപ്പെടാത്തത്? പോയി അധികം ഇല്ല. മിതവും സാരവുമായി സംസാരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം? വാഗ്മി. 46. ഭീമങ്ങളായുള്ള ധൂമങ്ങളന്നേരം വ്യോമങ്ങളിലെങ്ങുമേ പൊങ്ങി നിന്നു. ഈ വരിയിലെ ധൂമ എന്ന പദത്തിന്റെ അർത്ഥം? പുക. 47. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കാട് കയറി എന്ന ശൈലി ശരിയായി പ്രയോഗിച്ച വാക്യം ഏത്? ഉദ്ഘാടൻ പ്രസംഗിച്ച് കാട് കയറി. 48. ചുവടെ കൊടുത്തിരിക്കുന്ന കൃതി കഥാപാത്ര ജോഡികൾ ശരിയായ ഏത്? ഇന്ദുലേഖ മാധവന്റെ. മഹാഭാരത കഥയെയും കഥാപാത്രങ്ങളെയും വിമർശനാത്മകമായി വിലയിരുത്തുന്ന ഭാരത പര്യടനം രചിച്ചത് ആരാണ്? കുട്ടിക്കൃഷ്ണൻ മാരാർ. കുറ്റം ചെയ്യാതെ ആരോപണം വിധേയമാകുക എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല്? കുളിക്കാതെ ഈരൻ ചുമക്കുക. 51 വായിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? എഴുത്തച്ഛൻ്റെ കൃതികൾ ഏറെ ആസ്വാദ്യമാണ്. ചെറിയ ഡൗട്ടുണ്ട്, ഇതൊക്കെ 1-2 ക്വസ്റ്റ്യൻസൊക്കെ ഡൗട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള തന്നെ ആവണമെന്നില്ല, എന്നാലും ഒരുവിധമൊക്കെ അറിയാമെന്നുള്ളത് പറയുന്നുണ്ട്. ഒരേ ജാതിയിൽപ്പെട്ട ഒന്നിലധികം പദങ്ങളുണ്ടെങ്കിൽ അവയെ വേർതിരിച്ച് കാണിക്കാൻ ചേർക്കുന്ന ചിഹ്നം? അങ്കുജം. ചുവടെ നൽകിയതിൽ ശരിയായി എഴുതിയ പദം? വിദ്യുത് ശക്തി. ശക്തിയുടെ കവി വിശേഷിക്കപ്പെട്ടത് ആരെയാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ചുവടെ കൊടുത്തതിൽ കർത്താവ് എന്ന പദത്തിന് അർത്ഥം ഏതാണ്? ഭരിക്കുന്നവൻ. സമുദ്രശില എന്ന കൃതി ഉൾപ്പെടുത്തുന്ന സാഹിത്യ വിഭാഗമാണ് നോവല്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ രചയിതാവും കൃതിയും ശരിയായി വരാത്ത ജോഡി? പ്രതിപാത്രം ഭാഷണഭേദം. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അടുത്തത് 58. ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കൂ എന്ന ശൈലിയുടെ അർത്ഥം? ആപത്തിന്മേൽ ആപത്ത് വരിക. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന ചൊല്ലിൻ്റെ ശരിയായ ആശയം? മുതിർന്നവരുടെ വാക്കുകളെല്ലാം വിവേകപൂർണമാണ്. കോപമാകുന്നത് വിത്തെന്നറിയണം, പാപമാകുന്ന മരമരത്തിനെന്നടോ എന്ന് ഈ വരിയിൽ കവി പറയുന്നതിനെ കവി ആരുടേതാണ്? എഴുത്തച്ഛൻ. കാരിതക്രിയയ്ക്ക് ഉദാഹരണം? കളിക്കുക. ഇല്ല ദാരിദ്ര്യത്തേക്കാൾ വലുതായിട്ടൊരാർത്തിയും. അപ്പോൾ ഈ വരികൾ ഉൾപ്പെടുന്ന ഗാനശാല വഞ്ചിപ്പാട്ട്. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ പ്രശസ്തനായ സാഹിത്യകാരൻ? പി. കുഞ്ഞനന്ദൻ നായർ. വിധവ എന്ന പദത്തിന്റെ പുല്ലിംഗപദം? വിതുരൻ. ഒന്നാമത്തേണ് വിതുരൻ. അടുത്ത 65. ചുവടെ കൊടുത്തതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം? അവറകൾ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നിൻ നാവ് വരണ്ടോഹോ. ഈ വരികൾ കുമാരനാശാന്റെ ഏത് കൃതിയിലുള്ളതാണ്? ചണ്ടാല ഭിക്ഷുകി. ചുവടെ കൊടുത്തവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം? തീറ്റുന്നു. അടുത്ത 68. ചുവടെ നൽകിയതിൽ പോയി എന്ന പദം അനുപ്രയോഗാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം? അയാൾ സ്തംഭിച്ചു നിന്നുപോയി. ചുവടെ നൽകിയതിൽ ആകാശം എന്ന വാക്കിൻ്റെ പര്യായ പദമായി വരുന്ന ജോഡി? ഗഗനം അമ്പരം. 70. 2024 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചെരുവിൽ. അപ്പോൾ ഇത്രയാണ് മലയാളത്തിൽ വരുന്നത്. അപ്പോൾ ഒന്നും കൂടെയൊക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ ശരിക്കും ആൻസറൊക്കെ വരുമ്പോഴേക്കും നമുക്ക് മുഴുവൻ ശരിയാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ ഹിന്ദി ആയിരിക്കും തരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. കേട്ടിട്ട് ആദ്യമേ എഴുതുന്ന കുട്ടികൾ ഈ ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകുക. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കേട്ടിട്ട് നേടാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അത് കേട്ടിട്ട് കിട്ടിയാലേ നമുക്ക് സ്കൂളിലൊക്കെ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വർഷത്തിൽ 2 പ്രാവശ്യമാണ് കേട്ടിട്ട് പരീക്ഷ വരുന്നത്.